ഇന്ത്യാസ് ഗോട്ട് ടാലന്റ് എന്ന യൂട്യൂബ് ഷോയ്ക്കിടെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ വിവാദത്തിലായ യൂട്യൂബർ രൺവീർ അല്ലാബാദിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. പരിപാടിക്കിടെ മത്സരാർത്ഥിയോട് രൺവീർ ഉപയോഗിച്ച വാക്കുകൾ ലജ്ജിപ്പിക്കുന്നതെന്ന് കോടതി വിമർശിച്ചു. ഇന്ത്യ ഗോട്ട് ടാലന്റ് ഷോയിലെ അശ്ലീല പരാമർശത്തിന്റെ പേരിൽ രൺവീറിനെതിരെ ഒന്നിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ ഹർജികൾ പരിഗണിക്കവെയാണ് പരമോന്നത കോടതി രൂക്ഷമായ ഭാഷയിൽ താരത്തെ വിമർശിച്ചത്. സമയ് റെയ്നയുടെ യൂട്യൂബ് ഷോയിൽ അശ്ലീല പരാമർശം നടത്തിയതിന് തനിക്കെതിരെ ഫയൽ ചെയ്ത ഒന്നിലധികം എഫ്ഐആറുകൾ ഒരുമിച്ചാക്കണമെന്ന് ആവശ്യപ്പെട്ട് രൺവീർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ വേളയിലാണ് കോടതി പ്രതികരിച്ചത്. ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇത് അശ്ലീലമല്ലെങ്കിൽ പിന്നെ എന്താണ്? നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അശ്ലീലത പ്രകടമാക്കാം, അധംപതനം കാണിക്കാം. 2 എഫ്ഐആറുകൾ മാത്രമാണുള്ളത്, ഒന്ന് മുംബൈയിലും മറ്റൊന്ന് അസമിലും. സ്വാതന്ത്ര്യം ഒരു പ്രത്യേക വിഷയമാണ്. എല്ലാ കേസുകളും നിങ്ങളെ ലക്ഷ്യമിടുന്നു എന്നല്ല. 100 എഫ്ഐആറുകൾ ഉണ്ടെന്ന് കരുതുക, അയാൾക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് പറയാൻ കഴിയും എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഇത്തരം പെരുമാറ്റം അപലപിക്കപ്പെടേണ്ടതാണ്. ജനപ്രീതി ഉള്ളതുകൊണ്ട് മാത്രം സമൂഹത്തെ നിസ്സാരമായി കാണാനാകില്ല. ഈ ഭാഷ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഭൂമിയിലുണ്ടോ? അയാളുടെ മനസ്സിലെ വൃത്തികേടുകൾ ഛർദ്ദിച്ചു വെച്ചതാണ്. നമ്മൾ എന്തിനവനെ സംരക്ഷിക്കണം എന്നും രൂക്ഷമായ ഭാഷയിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു. തൽക്കാലത്തേക്ക് രൺവീർ അലാബാദിയുടെ അറസ്റ്റ് കോടതി തടഞ്ഞുവെങ്കിലും താരത്തിന് ഒട്ടും ആശ്വസിക്കാൻ വകയില്ല. രൺവീർ അലാബാദിയ, കേസിലെ മറ്റു പ്രതികൾ എന്നിവർക്ക് നിലവിൽ പരിപാടികൾ ചെയ്യുന്നതിന് കോടതി വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മോശം പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ അലാബാദിയക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യരുതെന്നും എന്തെങ്കിലും ഭീഷണിയുണ്ടായാൽ സംരക്ഷണത്തിനായി മഹാരാഷ്ട്രയിലെയും അസമിലെയും ലോക്കൽ പോലീസിനെ സമീപിക്കാനും കോടതി അനുമതി നൽകി. അടുത്തിടെയാണ് പ്രമുഖ റിയാലിറ്റി ഷോയായ സമയ് റാണയുടെ ഇന്ത്യാസ് ഗോട്ട് ടാലന്റ് എന്ന പരിപാടിയിൽ വിധികർത്താവായി രൺവീറും എത്തിയത്. ഇവിടെ വെച്ച് നടത്തിയ മോശം പരാമർശമാണ് താരത്തിന് വിനയായിരിക്കുന്നത്. മാതാപിതാക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചുള്ള വിവാദ പരാമർശങ്ങളുടെ പേരിലാണ് യൂട്യൂബർക്കെതിരെ പരാതി വന്നത്. വ്യാപക വിമർശനവും ഇതിൽ താരത്തിനെതിരെ ഉയർന്നിരുന്നു.